ലീവല്ലേ, കുറച്ച് മാങ്ങാച്ചാർ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് കുറച്ച് മാങ്ങ പറിച്ചെടുക്കാം. ഇത്രയും മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് വെട്ടിയെടുക്കണം. വെട്ടുന്ന ഇങ്ങനെ വെച്ച് ഇത് മൊത്തം വെട്ടിയെടുത്തിട്ട് കാണിച്ചു തരാമേ. ഇത്രയും മാങ്ങ വെട്ടിയായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ വെട്ടിയിട്ട് വേണം നമുക്ക് ഇതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. ഉപ്പും കൂടെ പുരട്ടിയിട്ട് വേണം വെയിലത്ത് വെക്കാൻ. എന്നിട്ട് വേണം അച്ചാറിടാൻ. നമുക്ക് അച്ചാറിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. വറുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പം നമുക്ക് ഇത്രയും മാങ്ങ വെയിലത്ത് വെച്ചിട്ട് വാട്ടി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. നല്ലെണ്ണയാണ് നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം നമുക്കിത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഈ എണ്ണ നന്നായി തിളച്ച് വരട്ടെ. മസാല എല്ലാം പൊടിച്ച് നമ്മൾ ഒരു വലിയ ചരുവത്തിലിട്ട് വെച്ച് എന്നാലേ ഇളക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ എണ്ണ എടുത്ത് നമുക്ക് ആ പൊടിയിലേക്ക് ഒഴിക്കാം. മാറിയിരുന്നോ? നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ മാങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മറിയുന്നു തീർത്തി. നന്നായിട്ട് ഇളക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നേരത്തെ ഇട്ടിട്ടാട്ടോ ഉണക്കാൻ വെച്ചത്, വെയിലത്ത് വെച്ച്. അപ്പം നോക്കിയിട്ട് ഇനി ഇടാം. ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ അച്ചാറുണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ ഇളക്കി എടുത്ത് വെക്കണം, ഡപ്പയിലാക്കി വെക്കാൻ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം.